ആൾക്കാരെന്ത് പറയുന്നു ഗായ്സ്. ഞാൻ ഇന്നും ബിനാലെ കാണാൻ വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു ആർട്ട് ഉണ്ട്, ഇന്ദു ആൻ്റണിയുടെ ഒരു ആർട്ട്. പക്ഷെ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ലൈക്ക് എന്താ പറയുക, പുള്ളിക്കാരിയുടെ ഒരു സ്റ്റോറി ബേസ്. പുള്ളിക്കാരിയുടെ അമ്മക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ, പണ്ട് കാലത്ത് പെൺപിള്ളേർക്ക് ഉണ്ടാകുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ്, അത് പുള്ളിക്കാരി ഒരു ആർട്ടിലൂടെ കാണിച്ചപ്പോഴും ഐ ഫീൽ ലൈക്ക് എന്താ പറയുക, ശരിക്കും ഇതൊക്കെ ഉള്ളതാണ് എന്നുള്ള ഫീൽ. പുള്ളിക്കാരിയുടെ ഇത് ഞാൻ ആ ഒരു ആർട്ട് ഞാൻ കാണിച്ചു. എടാ മാറിക്കടാ. ജസ്റ്റ് ലൈക്ക് ഇന്ദുവാനിയുടെ ഒരു കോട്ടാണ്. ലൈക്ക് നോക്കി, പെൺപിള്ളേർ ഒറ്റക്ക് പുറത്ത് പോകരുത്, വെയിലത്ത് പോകണ്ട, നീ കറക്കും. പെൺകുട്ടികൾ ആയാൽ അടക്കവും ഒതുക്കവും വേണം, നീളമുള്ള ഉടുപ്പിട്ടാൽ മതി, മുടി ചെമ്പിച്ചവൾ വേശികളാണ്, വാ തുറന്ന് സംസാരിക്കരുത്, പെൺപിള്ളേർ കുതിരപ്പുറത്തിരിക്കാൻ പാടില്ല, ചെറിയ ഉടുപ്പിടരുത്, ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും ഇതിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിൽ ഇതിലൊരെണ്ണം ഇപ്പോഴും പറയും. അത് പെൺപിള്ളേർ ആൺപിള്ളേരെന്നൊന്നുമില്ല, അതിലിപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ലൈക്ക് ആൾക്കാരെന്ത് പറയുന്നു. സംടൈംസ് സൊസൈറ്റീനെ നോക്കിയിട്ടാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആൾക്കാരെന്ത് പറയുമെന്നാണ് ആക്ച്വലി കൺസേൺസ്. ഈ ചിന്തപ്പാടിയിൽ നിന്ന് ഇനിയും മാറാനുണ്ട് ഗൈസ്.